40കളിലെ പ്രണയം. ഇപ്പോഴൊരു പവറായത്. 40കളിൽ പല പല ഘട്ടങ്ങളിൽ നിന്നും വേദനാജനകമായ അന്തരീക്ഷത്തിൽ നിന്നും ഒരു മോചനമാണ് 40കളിൽ സ്നേഹിക്കുന്ന പ്രണയം. അത് ഇരുവർക്കും സ്വാന്തനമായിരിക്കും, ലാളനയായിരിക്കും. വളരെ കൗമാരത്തിലുള്ള പ്രേമത്തിലുപരി ആ സ്നേഹത്തിന് നല്ല മഹാത്മ്യം ഉണ്ടായിരിക്കും. എൻ്റെ ചിന്തയിൽ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഈ 40കളിലെ പ്രണയത്തിൽ എനിക്ക് ഇതിൻ്റെ നായികയുടെ അമ്മയായിട്ടാണ്. രക്ഷകർത്താക്കളും മക്കളും തമ്മിൽ രക്ഷകർത്താക്കളെ എങ്ങനെ മക്കൾ കെയർ ചെയ്യുന്നു, മക്കളെ എങ്ങനെ രക്ഷകർത്താക്കൾ ഒരു സുഖമില്ലായ്മയിൽ എങ്ങനെ, അതിൻ്റെ എല്ലാം വ്യത്യസ്തത മനസ്സിലാക്കാൻ ഞങ്ങളുടെ 40കളിലെ പ്രണയം ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജാണ്. അപ്പോൾ അതാണ് ഒരു ക്യാരക്ടർ അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് വളരെ മനോഹരമായ ക്യാരക്ടറാണ് ചെയ്യാൻ പറ്റിയതും. എനിക്ക് തന്നത് ഞാൻ അത് വളരെ പ്രാപ്തമായിട്ട് ചെയ്തിട്ട് കോൺഫിഡൻസ് ഉണ്ട് അത് ചെയ്തിട്ടുണ്ട് എന്ന്. പല പല വെറൈറ്റി ഭാവങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഞാൻ സംതൃപ്തയാണ്. അതുകൊണ്ട് 40കളിലെ പ്രണയം 13-ാം തീയതി കണ്ട് എല്ലാവരും വിലയിരുത്തണം. ഇഷ്ടപ്പെടുമെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. കാരണം പ്രേക്ഷകരുടെ പ്രതികരണമാണ് ഏതിനും വിജയം. ഏതിനുമല്ല, പ്രത്യേകിച്ച് കലയൊക്കെ, നാടകമായാലും സിനിമയായാലും സംഗീതമായാലും നൃത്തമായാലും പ്രേക്ഷകരുടെ പ്രതികരണമാണ് അതിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കുറേ ആർട്ടിസ്റ്റുകളുടെ ഒരു ഏകീകരണമാണ് 40കളിലെ പ്രണയം. വൻ വിജയമാക്കാൻ വേണ്ടി ജഗദീശൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളും കാണണം, സപ്പോർട്ട് ചെയ്യണം.